ഹലോ, നമസ്കാരം. നിങ്ങൾ ഞങ്ങളുടെ പ്രൊഡക്റ്റ് വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇന്ന് ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയേക്കാന്ന് വിചാരിച്ചു. ഞാൻ സത്യത്തിൽ യൂട്യൂബ് തുറന്നു നോക്കാറില്ല. എന്ന് വെച്ചാൽ ഞാനല്ല പോസ്റ്റ് ചെയ്യുന്നത്, ബാക്കി ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഞാനാണ് പോസ്റ്റ് ചെയ്യുന്നത്. യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന വേറൊരു സ്റ്റാഫാണ്. അപ്പോൾ യൂട്യൂബ് ഞാൻ അങ്ങനെ എടുത്ത് നോക്കാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ ചുമ്മാ ഇങ്ങനെ വീട്ടിൽ വന്നപ്പോൾ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഒരുപാട് കമൻസുകളുണ്ട്. ചില ആളുകൾ എല്ലാ വീഡിയോസിനും റെഗുലറായിട്ട് കമൻറ്റ് ചെയ്യുന്നവർ. വളരെ സന്തോഷം തോന്നി. എന്ന് വെച്ചാൽ യൂട്യൂബിൽ എപ്പോഴും ഒരു ഫാമിലി അന്തരീക്ഷമുണ്ട്. നമ്മളിപ്പം വീഡിയോ ചെയ്യുകയാണെങ്കിലും നമ്മളെ കാണുന്നവർക്കും കമൻറ്റ് കാണുമ്പോൾ ഞങ്ങൾക്കും നമ്മളൊരു ഫാമിലി അല്ലേ, ആ ഒരു ഫീല് തോന്നി യൂട്യൂബിൽ എപ്പോഴും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സിംനോ പണ്ട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തിയേക്കാം. അപ്പോൾ ഒരു എല്ലാവർക്കും അറിയാൻ പറ്റും, എൻ്റെ പേര് അൻസാർ എന്നാണ്. ഇത് സിംന. ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട് കേട്ടോ. അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. സിംന ഒന്ന് പറയാം, ഞാൻ വണ്ടി എടുക്കട്ടെ. ഞങ്ങളിന്ന് ഇന്ന് ക്രിസ്മസ് ദിവസം ആയതുകൊണ്ട് ക്രിസ്മസ് ദിവസം ആയതുകൊണ്ട് സിംന വിളിച്ച് ചീത്തൊക്കെ പറഞ്ഞപ്പം 7 മണിക്ക് ഒരു കണക്കിന് ഷോപ്പൊക്കെ അടച്ചു വീട്ടിലെത്തി. അപ്പോൾ ഇളയ ആൾക്ക് അവതാർ മൂവി കാണാൻ പോകണമെന്ന് പറഞ്ഞു. എന്നാ പിന്നെ വിശക്കുന്നുണ്ട്, ഇല്ല പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം, ഒരു മൂവിയും കാണാം എന്ന് നേരത്തെ ഇറങ്ങിയതാണ്. അപ്പൊ ഇവരെയൊന്ന് നീ പരിചയപ്പെടുത്തി കൊടുത്തേ. ഇതാണ് കേട്ടോ മൂത്ത ആള്. അവൻ +1 പഠിക്കുന്നത്. ഇവിടെ ഇല്ല, IES-ലാണ്. പിന്നെ രണ്ടാമത്തെ ആള് ഇയാളാണ്. ജമീർ ഹായ് കാണിച്ചേടാ. അവൻ ചില വീഡിയോയിലൊക്കെ ഞങ്ങളുടെ കൂടെ വരാറുണ്ട്. ഞങ്ങക്ക് പിന്നെ ഒരു വ്ളോഗിങ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. സിംന വ്ളോഗ്സ് വ്ളോഗിങ് ചാനലുണ്ട്. അതിനകത്ത് മെയിൻ ആയിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാത്ത എന്താ പറയാ, വലിയ വ്ളോഗും യൂട്യൂബ് വീഡിയോസ് ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സമയം പലപ്പോഴും കിട്ടാറില്ല. സമയവും മടി. പിന്നെ ചെറിയ മടി എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മള് ഷോപ്പിൽ നിന്ന് വരുമ്പോ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ നമുക്കൊന്ന് സമാധാനമായിട്ട് ഇച്ചിരി കിടന്ന് ഉറങ്ങുക, രാവിലെ എഴുന്നേറ്റ് വീണ്ടും പോവുക, ഇതന്നെ പരിപാടി. അപ്പൊ അതിന്റെ ഇടയിൽ കൂടി ഇനി എങ്ങനെ വ്ളോഗ് ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം. ഇടയ്ക്ക് ഇത്തിരി നേരം ഗ്യാപ്പ് കിട്ടുമ്പോൾ എങ്ങനെയും കിടന്നുറങ്ങാലോ എന്ന് വിചാരിക്കും. പിന്നെ ഞങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങള് ഡിഗ്രി കാലഘട്ടത്തില് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ കണ്ടത്. അങ്ങനെ സിംനക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായി, എന്നെ ഒന്ന് പ്രപ്പോസ് ചെയ്തു. പിന്നെ ഞാൻ കൊച്ചല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞ ഓക്കെ ശരി നമുക്ക് പ്രയോഗിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയല്ല കേട്ടോ, സത്യം ഞാൻ പറയാൻ പോയതാണ്, വേറെ കാര്യം. അങ്ങനെ +1 ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പം ഞാൻ നേരെ ഷോപ്പിലേക്ക് കയറി. സിംനയുടെ വീട്ടുകാർ പറഞ്ഞു മോനെ എനിക്ക് അത്ര വിശ്വാസമില്ല, അതുകൊണ്ട് അധികം നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞ ഉടനെ കല്യാണം. 21ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച ഈ പ്രദേശത്ത് ഒരാളെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ. അങ്ങനെ നേരത്തെ കല്യാണം കഴിച്ചതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും 2 കുട്ടികളും വലിയ കുട്ടികളായി. ഒരാൾ +1-ലായി, ഒരാൾക്ക് ഇപ്പൊ 18 ഇയേഴ്സ് ആവും. അവനിക്ക് അടുത്ത വർഷം 18 വയസ്സാവും. ശരിക്കും +2 ആവണ്ടാണ്. ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് കുറച്ചാളൊന്ന് UK-ലൊക്കെ പോയായിരുന്നു. അപ്പൊ അത് കാരണം പുള്ളിക്ക് 1 വർഷം പുള്ളി പുറകിലേക്ക് ആയി വീണ്ടും. അപ്പൊ അങ്ങനെ ആണ് നമ്മുടെ കാര്യങ്ങൾ. പിന്നെന്താ, അപ്പൊ ഇന്ന് ഞാൻ ഒരു കമന്റ് എടുത്ത് നോക്കിയപ്പോ ഇതേപോലെ ആരാണെന്നറിയില്ല, ഒരുത്ത കമന്റ് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരാൾ ഇട്ടേക്കുന്നു സിംനയുടെ മൈലാഞ്ചി ഭയങ്കര രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അപ്പോഴാണ് ഞാനും ആലോചിച്ചത്, ആ കൊള്ളാമല്ല സിംനയുടെ മൈലാഞ്ചി. സംഗതി സിംന മൈലാഞ്ചി ഇടാറുണ്ടെങ്കിൽ ഞാനിപ്പോഴും ശ്രദ്ധിക്കാറില്ല, അത് വേറെ കാര്യം. പിന്നെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. പിന്നെന്താ, നിങ്ങൾക്ക് ഇനി അറിയാൻ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. ഇനി മേലാൽ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരരുതെന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യണം. ഇനി മേലാൽ ഇതുപോലുള്ള വീഡിയോസ് ഒന്നും ആയിട്ട് ഞാൻ വരില്ല അങ്ങനെയാണെങ്കിൽ. അപ്പൊ ശരി, ബൈ.